പശ്ചിമേഷ്യയെ നടുക്കിയ കൊലപാതക ഗൂഢാലോചന റിപ്പോർട്ടുകളിൽ അതീവ നിർണായകരമായ ഒരു അന്താരാഷ്ട്ര തിരിവ് കൂടി സംഭവിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കിടയിൽ ഇറാന്റെ മുതിർന്ന നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നുവെന്ന പ്രമുഖ US മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഇപ്പോൾ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും യഥാർത്ഥത്തെ പൂർണ്ണമായും വളച്ചൊടിക്കുന്നതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിതുറന്ന വിഷയത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് കാണിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചതായി പറയപ്പെടുന്ന ആശങ്കകളും ഇസ്രായേൽ പൂർണ്ണമായി നിഷേധിക്കുന്നു. ടെൽ-അവീവിൽ നിന്നും അതീവ നിർണായകരമായ രാജ്യാന്തര നയതന്ത്ര പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ ഇസ്രായേലിനെതിരെ ഉന്നയിച്ച അതീവ ഗുരുതരമായ കൊലപാതക ഗൂഢാലോചന ആരോപണങ്ങളെ വള്ളിപുള്ളി തെറ്റാതെ ശക്തമായി നിഷേധിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളെ പോലും അട്ടിമറിക്കാൻ പോകുന്ന ഈ വധശ്രമത്തിൽ ഇസ്രായേൽ പദ്ധതിയിട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് നേരിട്ട് രംഗത്തെത്തി കടുത്ത ഭാഷയിൽ മറുപടി നൽകുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തു വന്ന വാർത്തകൾ യാതൊരുവിധ വിശ്വാസ്യതയും ഇല്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള അതീവ നിർണായകരമായ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേൽ മുതിർന്ന ഇറാനിയൻ നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന US മാധ്യമ റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. പുറത്തുവന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നും പശ്ചിമേഷ്യൻ മേഖലയിലെ യഥാർത്ഥ സാഹചര്യങ്ങളെ പൂർണ്ണമായും വളച്ചൊടിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിനെതിരെ അതീവ രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചതായി പറയപ്പെടുന്ന ആശങ്കകളും ഇസ്രായേൽ പൂർണ്ണമായി നിഷേധിക്കുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന വാർത്തകൾ യാതൊരുവിധ വിശ്വാസ്യതയും ഇല്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള അതീവ നിർണായകരമായ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേൽ മുതിർന്ന ഇറാനിയൻ നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന US മാധ്യമ റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി പറയപ്പെടുന്ന ആശങ്കകളെയും ഇസ്രായേൽ പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇസ്രായേലിനെ രാജ്യാന്തര തലത്തിൽ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി ചമച്ചുണ്ടാക്കിയ കഥകളാണെന്നും വസ്തുതകളുമായ റിപ്പോർട്ടുകൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവർത്തിക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായി സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന അതീവ നിർണായകരമായ വേളയിലാണ് ഇസ്രായേൽ ഈ വധശ്രമത്തിന് കോപ്പുകൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ 2 സുപ്രധാന രാഷ്ട്രീയ നയതന്ത്ര നേതാക്കളെ ഒരേ സമയം ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാദ് എന്നിവരെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത്. സമാധാന ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ അണിയറയിൽ മറ്റൊരു അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്നതായിരുന്നു വാഷിംഗ്ടണിന്റെ കടുത്ത ആശങ്ക. ഈ വധശ്രമം വിജയിച്ചിരുന്നെങ്കിൽ അത് കേവലം ഒരു കൊലപാതകത്തിൽ ഒതുങ്ങുന്നില്ലെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാമായിരുന്നു. സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഈ 2 പ്രമുഖ ഇറാനി നേതാക്കൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള വധശ്രമം ഉണ്ടായാൽ അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളെയും സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായി തകർക്കുമെന്ന് US കണക്കുകൂട്ടിയിരുന്നു. ഇത്തരമൊരു അട്ടിമറി ഉണ്ടായാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും പശ്ചിമേഷ്യ ആകെ വിഴുങ്ങുന്ന രീതിയിൽ യുദ്ധം അതീവ രൂക്ഷമാകുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ശക്തമായി ഭയപ്പെട്ടിരുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത പശ്ചിമേഷ്യയിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഉയർന്നതിന് പിന്നാലെയാണ് അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ഉയർന്ന വധശ്രമ ഗൂഢാലോചന ആരോപണങ്ങൾ വെറും വ്യാജമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവർത്തിക്കുമ്പോഴും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും മാധ്യമങ്ങളും ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്.